ദ ജേർണലിസ്റ്റിലേക്ക് ഷാരോൺ രാജ് എന്ന പാവപ്പെട്ട ചെറുപ്പക്കാരനെ വിഷം കൊടുത്തു കൊലപ്പെടുത്തിയ ഗ്രീഷ്മ ഇന്ന് കോടതിയിലെത്തിയപ്പോൾ വിചാരണ നടന്നപ്പോൾ ഗ്രീഷ്മ അക്ഷരാർത്ഥത്തിൽ ഉരുകി ഒലിക്കുകയായിരുന്നു. കാരണം ഇതുവരെ നമ്മൾ ആരും കേൾക്കാത്തതും പറയാത്തതുമായ ഈ കേസിൻ്റെ നിരവധി ഭാഗങ്ങൾ അല്ലെങ്കിൽ നിരവധി സംഭവങ്ങൾ കോടതിയിൽ വാദിഭാഗം അഭിഭാഷകൻ അക്കമിട്ട് നിരത്തി. ഷാരോണിനെ ഗ്രീഷ്മ സ്നേഹത്തോടെ വിളിച്ചു വരുത്തി വിഷം കൊടുത്തു കൊന്നു എന്നതിനപ്പുറത്തേക്ക് ആ വിഷം നൽകിയതിനു ശേഷം 11 ദിവസം ഷാരോൺ അനുഭവിച്ച പ്രാണവേദന എത്രത്തോളം ഭീകരമാണ് എന്ന് വാദിഭാഗം കോടതിയിൽ കൃത്യമായി അവതരിപ്പിച്ചു. അത് അവതരിപ്പിച്ചത് മറ്റൊന്നിലുമായിരുന്നില്ല, മറിച്ച് ഇത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസാണെന്നും അതുകൊണ്ട് തന്നെ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ നൽകണമെന്നും വാദിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. ഷാരോൺ 11 ദിവസം എത്രത്തോളം തീവ്രമായ നരകയാതനയാണ്, എത്രത്തോളം വലിയ വേദനയാണ് തിന്നത് എന്നതിൻ്റെ കൃത്യമായ ചിത്രം അഭിഭാഷകൻ വരച്ചിട്ടപ്പോൾ എല്ലാവരും സത്യം പറഞ്ഞാൽ വിതുമ്പിക്കരഞ്ഞുപോയി. കാരണം അത്രയും ദ്രോഹമാണ് ഗ്രീഷ്മ ഷാരോണിനോട് കാട്ടിയത്. വിഷം നൽകിയത് ഗ്രീഷ്മയാണ്, അല്ലെങ്കിൽ ഗ്രീഷ്മ നൽകിയത് വിഷമാണ്, അതിൻ്റെ പ്രതിഫലനമാണ് തൻ്റെ ശരീരത്തിൽ ഓരോ ഭാഗത്തും ഉണ്ടാകുന്നത് എന്നറിഞ്ഞിട്ടും അവസാന നിമിഷം വരെ ഗ്രീഷ്മയ്ക്കെതിരെ ഒരു വാക്കുപോലും പറയാൻ ഷാരോൺ തയ്യാറായില്ല എന്നതും പ്രത്യേകം എടുത്തു പറഞ്ഞു കോടതിയിൽ. വല്ലാത്ത വേദനയാണ് ഷാരോൺ അനുഭവിച്ചത്. വിഷം കഴിച്ചതിന് ശേഷം അധികം വൈകാതെ ഷാരോണിൻ്റെ നാവിൻ്റെ ഒരു ഭാഗം അടർന്നു പോയിരുന്നു. അതോടൊപ്പം ആന്തരികാവയവങ്ങളുടെ ഓരോരോ ഭാഗങ്ങളായി ഈ വിഷത്തിൻ്റെ തീവ്രത കൊണ്ട് അലിഞ്ഞു പോകുന്ന രീതിയിൽ അല്ലെങ്കിൽ അറ്റുപോകുന്ന രീതിയിലായിരുന്നു. ശരീരത്തിനുള്ളിൽ ഓരോ ഭാഗത്തും കൊടിയ വേദന ഉണ്ടായിരുന്നതായി ഷാരോൺ ഓരോ ദിവസവും പറഞ്ഞിരുന്നു. ഇതൊക്കെ കണ്ട് സഹോദരൻ ഷാമോൺ ഉൾപ്പെടെയുള്ളവർക്ക് എന്താണ് സംഭവിച്ചത് എന്ന് വലിയ ആശങ്കയുണ്ടായിരുന്നു. വിഷമുള്ളിൽ ചെന്നതാകാമെന്ന് ആയുർവേദ ഡോക്ടർ കൂടിയായ സഹോദരന് സംശയമുണ്ടായിരുന്നുവെങ്കിലും അത് സ്ഥിരീകരിക്കാൻ അല്പം വൈകി. ആ വൈകലിലാണ് ശരിക്കും പറഞ്ഞാൽ ഷാരോണിൻ്റെ ജീവൻ നഷ്ടമാകുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. നാവിൻ്റെ ഒരു ഭാഗം അടർന്നു പോയിട്ടും ആന്തരിക അവയവങ്ങൾ ഒന്നൊന്നായി അറ്റുപോകുന്ന വിധത്തിൽ അല്ലെങ്കിൽ പൊള്ളിപ്പോകുന്ന വിധത്തിലേക്ക് കൊടിയ വേദന അനുഭവിച്ചിട്ടും ഷാരോൺ അതെല്ലാം കടിച്ചമർത്തി നിന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇഞ്ചിഞ്ചായി കൊല്ലാക്കൊല ചെയ്ത് കൊല്ലുക എന്ന അത്രയും പൈശാചികവും നിന്ദ്യവുമായ ചിന്താഗതിയിൽ നിന്നാണ് ഗ്രീഷ്മ വിഷം കൊടുക്കാൻ തയ്യാറായത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അത്രയും പൈശാചികമായ മനസ്സാണ് ഗ്രീഷ്മയ്ക്ക് എന്ന് കോടതിയിൽ പ്രോസിക്യൂഷൻ അഭിഭാഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് വിനീത് കുമാർ അക്കമിട്ട് നിരത്തി. അതാണ് ഇന്ന് ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം. ഇന്നലെ തന്നെ 1-ാം പ്രതിയായ ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് കോടതി വിധിച്ചു. അതിനുശേഷം ഇന്ന് പ്രോസിക്യൂഷൻ തങ്ങളുടെ വാദങ്ങളെല്ലാം കോടതിയെ ധരിപ്പിച്ചു. ഇതെല്ലാം കേട്ടിട്ടും ഒരു കൂസലുമില്ലാതെ ഗ്രീഷ്മ ആദ്യം നിന്നുവെങ്കിലും പിന്നീട് സ്ഥിരം ഭാവാഭിനയവുമായി രംഗത്തെത്തി. തനിക്ക് പഠിക്കണം, തുടർ പഠനം നടത്തണം, തനിക്ക് ക്രിമിനൽ പശ്ചാത്തലമൊന്നുമില്ല, ഇത് ആകസ്മികമായി ചെയ്തതാണ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഗ്രീഷ്മ പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഷാരോൺ തൻ്റെ ഫോട്ടോകൾ ഉപയോഗിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുമോ എന്ന ഭീതിയൊക്കെ തനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥയിൽ അറിയാതെ സംഭവിച്ചു പോയതാണ് എന്നൊക്കെ സ്ഥാപിക്കാൻ ഗ്രീഷ്മ ശ്രമിച്ചുവെങ്കിലും അതിനൊന്നും പ്രോസിക്യൂഷൻ വിട്ടുകൊടുത്തില്ല. വളരെ കൃത്യമായി എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് അക്കമിട്ട് നിരത്തി. പ്രോസിക്യൂഷൻ്റെ വാദം ഇങ്ങനെയായിരുന്നു: അപൂർവങ്ങളിൽ അപൂർവമായ കേസാണിത്. ക്രൂരമായ ഇടപെടലാണ് ഗ്രീഷ്മയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ആകസ്മികമായുള്ള ഒരു കൊലപാതകമല്ല, മറിച്ച് യുവാവിനെ സ്നേഹത്തോടുകൂടി വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന വിഷം നൽകി കൊല്ലുകയായിരുന്നു. അത് കൃത്യമായ ഗൂഢാലോചനയിൽ വ്യക്തമായ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ തന്നെ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഇത് വെറും സ്വാഭാവികമായ ഒരു കൊലപാതകമോ അല്ലെങ്കിൽ വളരെ പെട്ടെന്നുണ്ടായ എന്തെങ്കിലും ചോദനയുടെ പുറത്ത് നടന്ന കൊലപാതകമോ അല്ല, മറിച്ച് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി പദ്ധതിയോടുകൂടി ആസൂത്രിതമായി നടത്തിയ ഒരു കൊലപാതകം തന്നെയാണ്. യുവാവിൻ്റെ ആത്മാർത്ഥമായ സ്നേഹത്തെ, നിർലോഭമായ സ്നേഹത്തെ കൂടിയാണ് ഗ്രീഷ്മ കൊന്നുകളഞ്ഞത് എന്ന് കൃത്യമായി പ്രോസിക്യൂഷൻ വാദിച്ചു. എന്ന് മാത്രമല്ല 5 തവണ
വാദത്തിനിടയിൽ ഡെവിളിഷ് തോട്ട്, ചെകുത്താൻ്റെ ചിന്ത എന്ന് ഗ്രീഷ്മയുടെ ചിന്തയെ വിശേഷിപ്പിക്കാനും പ്രോസിക്യൂഷൻ തയ്യാറായി. ഈ മർഡർ നടക്കുന്നതിന് മുമ്പ് ഒരു ട്രയൽ റൺ നടപ്പാക്കാൻ ഗ്രീഷ്മ ശ്രമിച്ചു. ഒരു ട്രയൽ റൺ നോക്കി അത് വിജയിക്കുമോ, താൻ എന്തു കൊടുത്താലും ഷാരോൺ കഴിക്കുമോ എന്നൊക്കെയുള്ള ട്രയൽ നോക്കിയതിന് ശേഷമാണ് ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് നീങ്ങിയത് ഗ്രീഷ്മ എന്നും കൃത്യമായി പറയുന്നുണ്ട്. അതുമാത്രമല്ല, വിഷം കൊടുത്ത് കൊന്നാൽ അത് എങ്ങനെയൊക്കെയാണ് ശരീരത്തെ ബാധിക്കുക, വിഷം ഉള്ളിൽ പോയാൽ ഒരാൾ മരിക്കുമോ എന്ന കാര്യം ഉറപ്പാണോ, മരിക്കാൻ വേണ്ടിയിട്ട് വിഷം എത്ര അളവിൽ കൊടുക്കണം, അത് ശരീരത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളെ ബാധിക്കും, അങ്ങനെ സംഭവിച്ചാൽ മരണം ഉറപ്പാണോ തുടങ്ങി കൃത്യമായി ഒരാളെ ഇഞ്ചിഞ്ചിഞ്ചായി കൊല്ലാൻ വേണ്ടിയിട്ടുള്ള വെബ് സെർച്ച് നടത്തുകയും ചെയ്തിരുന്നു ഗ്രീഷ്മ എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ പറഞ്ഞു. അതായത് ആക്സിഡന്റ് മർഡർ അല്ല, മറിച്ച് പ്ലാൻഡ് ആൻഡ് എക്സിക്യൂട്ടഡ് മർഡർ ആണ് ഇത് എന്ന് കോടതിയെ ബോധിപ്പിക്കാൻ പ്രോസിക്യൂഷൻ കൃത്യമായി തന്നെ വിജയിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഗ്രീഷ്മ കുറ്റബോധം എന്നൊന്ന് ഗ്രീഷ്മയ്ക്കില്ല, ഒരു പ്രായച്ചിത്തവുമില്ല. ഇന്നലെ കോടതിയിൽ വന്നപ്പോഴും ഗ്രീഷ്മ കൂസലില്ലാതെയാണ് നിന്നത്. അതിനുശേഷം പോലീസ് ജീപ്പിൽ കയറ്റിയപ്പോൾ, കുറ്റക്കാരിയാണ് എന്ന് വിധിച്ചതിന് ശേഷം പോലീസ് ജീപ്പിൽ കയറ്റിയപ്പോൾ ചില ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തലയിട്ടാട്ടുകയും ഒക്കെ ചെയ്തുവെങ്കിലും അതൊന്നും ഒരു പശ്ചാത്താപത്തിൻ്റെ പരിധിയിൽ വരുന്നതല്ല. എന്ന് മാത്രമല്ല, ഷാരോൺ രാജിനെ സ്വന്തം കാര്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി മാത്രമാണ് ഗ്രീഷ്മ ഉപയോഗിച്ചത്. കാമം ശമിപ്പിക്കുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തി അവനുമായി ബന്ധം തുടർന്നു. പക്ഷെ പിന്നീട് പുതിയൊരു ബന്ധത്തിലേക്ക് പോകാൻ വന്നപ്പോൾ ആ യുവാവിൻ്റെ വലിയ സ്നേഹത്തെ കണ്ടില്ലെന്ന് നടിച്ചു, അല്ലെങ്കിൽ ഇല്ലാതാക്കി. അങ്ങനെ ഒരു സ്ത്രീ ഇങ്ങനെയൊക്കെ പെരുമാറുമോ, അല്ലെങ്കിൽ ഒരു കാമുകനോട് അല്ലെങ്കിൽ ഒരിക്കലെങ്കിലും സ്നേഹിച്ചിട്ടുള്ള ഒരാളോട് ഇത്രയൊക്കെ നികൃഷ്ടമായി ക്രൂരമായി ഒരു സ്ത്രീക്ക് എങ്ങനെ പെരുമാറാൻ കഴിയും? ആ പെരുമാറ്റം അല്ലെങ്കിൽ ആ രീതി എന്ന് പറയുന്നത് പൈശാചികതയാണ്, പൈശാചികമായ ചിന്തയാണ് ഈ പെണ്ണിനുള്ളത് എന്ന നിലയിൽ തന്നെയാണ് പ്രോസിക്യൂഷൻ രൂക്ഷമായ വാദഗതികൾ ഉന്നയിച്ചത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഇത് കേവലം ഒരു ജീവപര്യന്തത്തിലോ അല്ലെങ്കിൽ തടവ് ശിക്ഷയിലോ ഒതുങ്ങരുത്, മറിച്ച് അപൂർവങ്ങളിൽ അപൂർവമായ കേസായി കോടതി ഇതിനെ കാണണം, അതിനുശേഷം വധശിക്ഷ തന്നെ കൊടുക്കണം എന്നുള്ള ഒരു ഉറപ്പിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ അത്രയും ശക്തമായി തന്നെ നടപടി വേണം എന്ന ധാരണയുടെ പുറത്ത് തന്നെയാണ് ഗ്രീഷ്മയ്ക്കെതിരെ ഇത്രയും ശക്തമായ വാദം നടത്താൻ പ്രോസിക്യൂഷൻ തയ്യാറായത്. ഇതിൽ ഷാരോൺ അനുഭവിച്ച വേദന അത് അതികഠിനമാണ്, തീവ്രമാണ്. ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ പോലും ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള പ്രശ്നങ്ങളാണ് വിഷം ഉള്ളിൽ ചെന്നതിന് ശേഷം ഷാരോണിന് ഉണ്ടായത്. അവനത് മുഴുവനും കടിച്ചമർത്തി തൻ്റെ കാമുകിക്ക് വേണ്ടി, അല്ലെങ്കിൽ അവളെ ആരും കുറ്റം പറയാതിരിക്കാൻ വേണ്ടി എന്ന രീതിയിൽ തന്നെ അതെല്ലാം കടിച്ചമർത്തി വെച്ചു. അപ്പോൾ അത്രയും സ്നേഹം പ്രിയപ്പെട്ടവളോട് അവനുണ്ടായിരുന്നു എന്നുള്ളത് കൂടി അവിടെ വ്യക്തമാവുകയാണ്. അങ്ങനെയുള്ളൊരു യുവാവിനെയാണ് നിഷ്കരുണം കൊന്നുതള്ളാൻ ഈ ഗ്രീഷ്മ തയ്യാറെടുത്തത്. അത് ഒരു പൈശാചിക മനസ്സുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ ചെയ്യുന്നത് എന്നതടക്കമുള്ള വാദങ്ങൾ അക്കമിട്ട് നിരത്തിയിരുന്നു. എന്തായാലും ഒരു പക്ഷേ ഇതാദ്യമായിട്ടായിരിക്കും ഷാരോൺ അനുഭവിച്ച വേദന, ഇത്രയും കൊടിയ തീവ്രമായ വേദനയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. നമ്മളൊക്കെ ഈ വാർത്ത കൈകാര്യം ചെയ്ത സമയത്ത്, അല്ലെങ്കിൽ ഈ വാർത്തകൾ ചർച്ചയായിരുന്ന സമയത്തൊക്കെ എങ്ങനെ കൊന്നു, വിളിച്ചു വരുത്തി, ചതിച്ചു, അങ്ങനെയുള്ള പല കാര്യങ്ങളും കേട്ടിട്ടുണ്ട്. എങ്കിലും ഈ വിഷം കൊടുത്തതിന് ശേഷം ഷാരോൺ അനുഭവിച്ച അതിതീവ്രമായ വേദന, അതിഭയാനകമായ അവസ്ഥ, ശരീരത്തിലെ ഓരോ ഭാഗവും പറഞ്ഞു പോകുന്നതിന് സമാനമായിട്ടുള്ള ദുരവസ്ഥ, ഇതേക്കുറിച്ചൊന്നും അധികം ആരും ചർച്ച ചെയ്തിട്ടില്ല. അതാണ് ഇന്ന് കൃത്യമായി പ്രോസിക്യൂഷൻ ചർച്ചയാക്കിയത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് ഒരു ഇഞ്ചിഞ്ചായ ഒരു യുവാവിനെ, അതും അത്രമേൽ സ്നേഹിച്ചൊരു യുവാവിനെ ഇത്രയും നിഷ്ഠൂരമായി കൊലപ്പെടുത്താൻ കൃത്യമായ പദ്ധതി തയ്യാറാക്കിയത് കൊണ്ട് തന്നെ ഇതൊരു അപൂർവങ്ങളിൽ അപൂർവമായ കേസായി കോടതി പരിഗണിക്കുമെന്നും വധശിക്ഷ തന്നെ വിധിക്കും ഗ്രീഷ്മയ്ക്ക് എന്നുമാണ് നിലവിൽ ഉയരുന്ന പ്രതീക്ഷ.